അയ്യോ എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഇതെന്ത് തേങ്ങ? സംശയം കഥാപ്രസംഗം നടത്താതെ ഇപ്പൊ കിട്ടൂടാ. ഇത് കാറിൽ നിന്ന് കുണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുണ്ടാക്കണ സാധനമല്ല. റിങ്ങി അറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം. കളഞ്ഞിട്ട് പോടേ. റിങ്ങിൽ ഇറങ്ങണം കുറച്ച് കനം വേണം. നിന്റെ അഭിനയൊക്കെ സിനിമയിൽ മതി. ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ട് നിൽക്കണേ. എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്. ഇത് കാറിൽ നിന്ന് കുണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുണ്ടാക്കണ സാധനമല്ല. റിങ്ങി അറിഞ്ഞ് കളിച്ച് പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ മനോഹരമായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പൊ ഇതിന്റെ മേലെ ഞാൻ ഒന്ന് വെക്കാം, അതുകൂടെ നിങ്ങളൊന്ന് കാണും. ഓക്കെ, അവനെ ഓപ്പോസിറ്റ് വന്നവന് നമ്മളെ ചെക്കനിക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ആണ്. ഓക്കെ, അതുകൂടെ ഒന്ന് കാണും. ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇത് എന്റെ കോച്ച് പറഞ്ഞു സ്റ്റേജ് ഫിയർ ഒക്കെ മാറുമല്ലേ, ഒന്ന് വാ ജസ്റ്റ് കണ്ടു നോക്ക്, ഇതൊരു ജസ്റ്റ് ഒരു മാച്ച്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ ഇറങ്ങിയത് അല്ല? തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ. ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. നാട്ടുകാരെ ഓമ്പിച്ച് ജീവിക്കുന്നവനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാതെ. കാരണം എനിക്ക് 30 വയസ്സുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഓക്കെ ഓക്കെ. ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ? ഒരു പോപ്പല്ല ഇത്. അതും ബ്രോ സാധാരണ 3 മിനിറ്റിന്റെ മാച്ച് അല്ലേ, 1.5 മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ച് ആണ്. കാരണം എന്റെ എല്ലാ മാനവും പോയി. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ. അഭിനയിച്ചാണോ പറയണ്ട, ഞാനത് ഇവിടെ എന്തോ തപ്പന്നെ. എടാ മികച്ച നടനുള്ള അവാർഡ്. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് പറയാൻ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.